ഹായ്! പനി പിടിച്ച് ഡോക്ടറെ കാണിക്കാൻ പോയ ഒരു ദിവസം കണ്ടാലോ? ഡോക്ടർ എന്നെ കണ്ടപ്പോ തന്നെ പറഞ്ഞ മറുപടി, "പോയി ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് വരൂ" എന്നായിരുന്നു ട്ടോ. ഞാനത് ഡോക്ടർ പറയില്ല എന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ഡോക്ടർ എന്നെ കണ്ടപ്പത്തേക്കും പറഞ്ഞു. ഞാൻ അത്രയും ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു ട്ടോ. അതുകൊണ്ടായിരിക്കാം ഡോക്ടർ അങ്ങനെ പറഞ്ഞത്. അപ്പൊ എന്റെ കൂടെയുള്ള ആൾക്കാര് ബില്ലടക്കാൻ പോയ സമയത്ത് ഞാൻ അവിടെ പോസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അവര് ബില്ലടിച്ച് വന്നപ്പോ ഇതാ ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കേറ്റിയിട്ടുണ്ടായിരുന്നു ട്ടോ. ഞാന് ഇത് കുത്തുന്നതിന്റെ മുന്നേ തന്നെ സിസ്റ്ററോട് പറയായിരുന്നു, "സിസ്റ്റർ മെല്ലെ കുത്തണേ, മെല്ലെ കുത്തണേ." അപ്പൊ അത് കേട്ടിട്ട് എൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ പിറകിലിരുന്ന് ചിരിക്കുന്നുണ്ട് ട്ടോ. അപ്പൊ സിസ്റ്റർ എന്നോട് ചോദിക്കുകയാണ്, "പോത്തോളം വലിപ്പം വെച്ചില്ലേ, ഇപ്പഴും ഈ ഒരു ചെറിയ സാധനത്തിന് പേടിയാണോ?" എന്നുള്ളത്. യെസ് ഗൈസ്, എനിക്ക് ഭയങ്കര പേടിയാണ് ട്ടോ ഈ ഇഞ്ചക്ഷൻ ചെയ്യുക എന്നുള്ളത്. എൻ്റെ ശരീരത്തിൽ ബ്ലഡ് ഇല്ല, ബ്ലഡ് ഇല്ല എന്ന് എപ്പഴും പറയാറുണ്ട്. പക്ഷെ ഇത് എവിടെന്നാണ് വരുന്നതെന്ന് ഞാൻ ചിന്തിച്ചു. സിസ്റ്റർ എന്നോട് പറഞ്ഞു 1½ മണിക്കൂറിന് ശേഷം വരൂ എന്നുള്ളത്. അപ്പൊ ആ 1½ മണിക്കൂർ ഞങ്ങള് ജ്യൂസ് ഫുള്ള് പോയിട്ട് അങ്ങോട്ട് ജ്യൂസ് കുടിച്ച് തീർത്തു ഗൈസ്. യെസ്. ഇവിടെ പെരിന്തൽമണ്ണ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പും കൂടിയാണ് ട്ടോ ഇത്. ഞാന് മാംഗോയും പിന്നെ ഞാവലും കൂടിയുള്ള മിക്സ് ആയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് എന്താ പറയാ നട്ട്സും ഇതെല്ലാം കൂടി ഇട്ടിട്ടുള്ള ഒരു ജ്യൂസ് കൂടിയായിരുന്നു ട്ടോ. അപ്പൊ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു സംഭവം. രസണ്ട് കുഴപ്പല്ല. പക്ഷെ കോഴിക്കോട് അനുപമേന്ന് കുടിച്ച അത്ര അങ്ങോട്ട് വലിയൊരു ഇത് എനിക്ക് ഫീൽ ചെയ്തില്ല ട്ടോ. കോഴിക്കോട് അനുപമയെ വെച്ച് നോക്കുമ്പോ അവിടെയാണ് ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നി. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് തന്നെ വന്നു ട്ടോ. അപ്പോൾ സിസ്റ്റർ അല്ല സോറി ഡോക്ടർ എനിക്ക് മരുന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. മരുന്ന് കണ്ട് ഞാൻ ആകെ തല ചുറ്റിയിട്ട് ഇരിക്കുകയായിരുന്നു ഗൈസ്. ഒരു ലോഡ് മരുന്ന്. ചോറിനെക്കാട്ടിയും ഏറ്റവും കൂടുതൽ മരുന്നായിരുന്നു ട്ടോ. ഈ മരുന്ന് കുടിച്ചാൽ തന്നെ എൻ്റെ ഫുൾ വയറ് നിറയുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് ഈ മരുന്ന് കഴിക്കുക എന്നുള്ളത്.